പ്രതീക്ഷകളെല്ലാം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പേ പറയാനുള്ളത് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്, നല്ല കോൺഫിഡൻസിലാണ്. അടിസ്ഥാന കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ. കാരണം വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ അവർ പൂർണ്ണമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും തീരുമാനമുണ്ട്. ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു 2014 തെരഞ്ഞെടുപ്പിൽ കരിമണൽ കറുത്ത 5 ലക്ഷം രൂപ കൊടുത്തു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടോ? പിന്നെ വരുമോ? ഒരു പ്രാവശ്യം നിഷേധിച്ച പിന്നെ എങ്ങനെ വരുന്നത്? അമിത്ഷാ വന്ന 2 മുന്നണികളും കരിമണലിനെ സഹായിക്കും, ഖനന ലോബിയെ സഹായിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മറുപടി പറഞ്ഞല്ലോ. ഞാൻ കേന്ദ്രം ഭരിക്കുന്ന 10 വർഷമായിട്ട് ആരാ? IRAയുടെ മറവിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്, ഖനനം നടക്കുന്നത്. IRA ആരാ നിയന്ത്രിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. ഇവിടെ പ്രസംഗിക്കല്ലല്ലോ വേണ്ടത്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതുപോലെ ഇവിടെ ഭരിക്കുന്ന ആരാ? സ്റ്റേറ്റ് ഗവൺമെൻറ് 8 വർഷമായിട്ട്. ഇവർ 2 പേർക്കും അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും വിജയിച്ചാലും ഇല്ലെങ്കിൽ വിജയിക്കുന്നുള്ളത് ഉറപ്പാണ്. വിജയിക്കുന്ന പ്രശ്നമല്ല. ഞാൻ MA അല്ലാതിരുന്നപ്പോഴും, ഈ ആലപ്പുഴ MP അല്ലാതിരുന്ന 5 വർഷക്കാലവും ആ കാര്യത്തിൽ എൻ്റെ നിലപാട് സ്ട്രോങ് ആണ്. ഞങ്ങൾ 2003 തുടങ്ങിയ സമരമാണിത്. അന്ന് UDF ഗവൺമെൻറ് ഇത് തീരുമാനിച്ചപ്പോൾ ശക്തമായിട്ട് മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള സമരം നടത്തിയാണ് നിർത്തിവെച്ചത്. അത് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ 5 ദിവസക്കാലമായിട്ട്. ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടായിട്ടും പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ രാജ്യം കാണുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന് പറയുകയും എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടെന്ന് പറയുകയും പ്രൈം മിനിസ്റ്റർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടപടികൾ വരികയും ചെയ്യുമ്പോൾ പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, അതായത് PV അൻവർ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ DNA പരിശോധിക്കുന്ന പറയുന്നത്, കാരണം കുടുംബത്തിൻ്റെ എന്താന്ന് പറയുന്നത്, അതായത് അഭാസ്യരായപ്പോൾ ഉരുണ്ട് കളിക്കുന്നതാണ് CPM. രാഷ്ട്രീയ DNA എന്താണ് എനിക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അദ്ദേഹം ഒരുപാട് ഡിക്ഷണറികൾ നോക്കി പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ DNA എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്? അൻവറിൻ്റെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, അതിനകത്തൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ വേർഷൻ ഇതുതന്നെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ സമൂഹത്തിന് മുന്നിലുണ്ട്. ഇത്രയും നികൃഷ്ടമായിട്ടുള്ളൊരു പരാമർശം ഞാൻ വീണ്ടും പറയുന്നത്, ഒരു രക്തസാക്ഷി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ആക്ടിവിറ്റി നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ വരുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം.